അപ്പം പാസ്റ്റർക്ക് സ്വാഗതം, തോമാച്ചൻ ബ്രദറിനും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് അടുത്ത എപ്പിസോഡിലാണ് നമ്മളിപ്പം ആയിരിക്കുന്നത്. തോമാച്ചൻ ബ്രദറിന്റെ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പം നമ്മൾ കൂടി വരുന്ന ഓഡിയൻസിനെ കാണുമ്പോൾ അറിയാം, എല്ലാവർക്കും ഒരു എൻകറേജിങ് ആണ്, ഒരു എൻലൈറ്റനിങ് ആണ്. ഈ സെഷനും അങ്ങനെ തന്നെ ആശംസിക്കുന്നു. പാസ്റ്ററിനെയും തോമാച്ചൻ ബ്രദറിനെയും സ്വാഗതം ചെയ്യും. തോമാച്ചൻ ബ്രദർ, താങ്ക് യു. ത്രിയേക ദൈവത്തിന്റെ നാമത്തിലെ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ ഇന്നും കഴിഞ്ഞ ദിവസത്തെ ചില കാര്യങ്ങൾ എടുത്ത് നമ്മൾ വീണ്ടും ചോദിക്കുന്നു. കാരണം വെച്ചാൽ ആ ഒരു ക്ലാരിറ്റി വന്ന് പോകാൻ വേണ്ടിയിട്ട്. എല്ലാം പൂർണ്ണമായിട്ടുള്ളതല്ല, നമുക്ക് ഇങ്ങനെയല്ലേ പാസ്റ്റർ എന്നുള്ളത്. കാരണം വെച്ചാൽ ഈ ക്ലബ് ഹൗസിൽ തന്നെ പല രീതിയിൽ പലരും ഒരേ ഉപദേശത്തെ തന്നെ പല രീതിയിൽ പാസ്റ്റർ പറയുന്നതാണോ ഇനി അതുപോലെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്, നല്ല എങ്ങനെ എന്തുകൊണ്ട് പാസ്റ്റർ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറയണ്ടായി, എല്ലാവർക്കും ഒരു റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആണ് നടക്കുന്നത്. കാരണം ബാക്കിയുള്ളവർ ആരും നശിപ്പിച്ചു കളയണമെന്നുള്ള തോന്നലില്ല എന്ന് പറഞ്ഞു. അത് ഒന്നും കൂടെ ഒന്ന് പറയാമോ? കാരണം വെച്ചാൽ ആർക്കും ശിക്ഷയില്ല എന്നുള്ളതാണ് പറയുന്നത് പാസ്റ്റർ. നമ്മൾ ഒന്നും കൂടെ ചോദിച്ചാണ്. കാരണം ബൈബിൾ വായിച്ചിട്ട് വേറെ രീതിയിലാണ് മനസ്സിലായത്. കാരണം ജഡ്ജ്മെന്റും പണിഷ്മെന്റും ഉണ്ടെന്നുള്ള പറയുന്നുണ്ട്. അതിനെ കുറിച്ച് പാസ്റ്റർ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. അതെ, അതായത് ഈ ശിക്ഷ എന്ന് പറയുമ്പോൾ ഈ പർപ്പസ് ഓഫ് പണിഷ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശിക്ഷിക്കും എന്തിനാണ്? അപ്പൊ അത് നശിപ്പിക്കാനാണോ നന്നാക്കാനാണോ ശിക്ഷിക്കുന്നത്? അതാണ് ചോദ്യം. അപ്പൊ നശിപ്പിക്കാനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് പ്രതികാരമാണ്. ഇയാൾ ഇങ്ങനെ ചെയ്തു, അതിന് പകരം അവനിട്ട് കൊടുക്കുക, അവനെ കൊന്നു കളയുക. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോക രാജ്യങ്ങളിൽ ഏറിയ രാജ്യങ്ങളും വധശിക്ഷ നിർത്തലാക്കിയിരിക്കുക. കാരണം വധശിക്ഷ കൊണ്ട് നീതി സെർവ് ചെയ്യപ്പെടുന്നില്ല, അയാളെ വധിച്ചു കളയുകയാണ്. അപ്പൊ അയാളെ നന്നാക്കുക എന്നുള്ള ആത്യന്തിക ലക്ഷ്യം. വധശിക്ഷ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രതികാരമെന്നേ ആകുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പൊ ഒരാളെ കറക്റ്റ് ചെയ്ത് അയാളെ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ വീണ്ടും സമൂഹത്തിൽ കൊണ്ടുവരാൻ, റിസ്റ്റോർ ചെയ്യുക, അതിനാണ് റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശിക്ഷണ നടപടികളാണ് അത്, ശിക്ഷയല്ല. ഇപ്പൊ ജയിലുകളുടെ എല്ലാ ഉദ്ദേശം അത് കറക്ഷൻ സെന്റർ ആയിട്ടാണ്. ഇപ്പം അമേരിക്കയിലൊക്കെ ഈ ജയിലെന്നും പ്രിസണെന്നും ഒക്കെ ഉള്ള വാക്കിന് വരെ ഇപ്പൊ എഴുതുന്ന കറക്ഷൻ സെന്റർ എന്നാണ് അവർ എഴുതുന്നത്. അപ്പൊ ഒരു കറക്ഷൻ സെന്റർ എന്ന നിലയ്ക്കാണ് ഈ ശിക്ഷയെ നമ്മൾ കാണേണ്ടത്. അതിന് പകരം നശിപ്പിച്ചു കളയുക എന്നുള്ള ഒരു രീതി വരുമ്പോൾ അതിനെയാണ് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. റിട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രതിപകര നീതിയാണ്. കണ്ണിന് പകരം കണ്ണ്, കൈക്ക് പകരം കയ്യ്. അത് യഹോവയുടെ ഒരു കൽപ്പനയാണ്. അത് പ്രതിപകര നീതി എന്നാ പറയുന്നത്. റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആണ്. ഇത് ഘടകവിരുദ്ധമാണ്. ഈ പഴയ നിയമത്തിലെ ആശയം തന്നെയാണ് പുതിയ നിയമത്തിലെ ആശയം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇത് രണ്ടാണ്. ഇനി അത് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചോ തോമാസ്. ഇല്ല, അന്നേരം നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ജീവനും മരണവും എന്ന് പറഞ്ഞ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. ആ ജീവൻ എന്താണ് അല്ലെങ്കിൽ മരണം എന്താണെന്നുള്ളതെന്ന് പറഞ്ഞുതരാം. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിത്യമരണം, ഞാൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന പലയിടത്തും നമ്മൾ കൺഫ്യൂഷൻ വരുന്ന കാര്യമുണ്ട്. ഈ മരണവും ജീവനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം പറയാം പ്രശ്നം. അതെ, മരണം എന്ന് പറഞ്ഞാൽ അകന്നിരിക്കുന്ന അവസ്ഥയെ അതിനർത്ഥമുള്ളൂ. അകന്നിരിക്കുന്ന എന്തിനേയും മരണം എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന്, ധൂർത്തനായ പുത്രൻ മടങ്ങി വരുമ്പോൾ പിതാവ് പറയുന്നത്, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു എന്ന് പറഞ്ഞാൽ ഹി വാസ് എവേ ഫ്രം മീ, അവൻ എന്നിൽ നിന്ന് അകന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകലുന്ന അനുഭവത്തെ മരണം എന്ന് പറയും. അപ്പൊ മരണം എന്ന വാക്കിന് ഇപ്പൊ ശരീരത്തിൽ നിന്ന് ദേഹി അകന്നു പോകുന്നതിനെ മരണം എന്ന് പറയും. അപ്പൊ അകന്നു പോകുക എന്നുള്ളതാണ് ഈ മരണം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് പല സ്ഥലത്തും പല ആശയങ്ങൾക്ക് വേണ്ടി ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ജനറൽ ആയിട്ട് നമുക്കൊരർത്ഥം കൽപ്പിക്കാൻ പറ്റത്തില്ല. അത് ആ കോണ്ടെക്സ്റ്റ് എടുത്തെങ്കിലേ അവിടെ എന്തർത്ഥമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ല ജനറലി സ്പീക്കിംഗ് മരണം എന്ന് പറഞ്ഞ് ഇതാന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ഥലത്ത് നമുക്ക് പ്രതിസന്ധി ഉണ്ടാകും, പലതും നമുക്ക് അർത്ഥം ഗ്രഹിക്കാൻ പറ്റാതെ വരും. അപ്പൊ മരണം എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് അല്ലെങ്കിൽ ഒറ്റ അർത്ഥമായിട്ട് ബൈബിളിൽ ഇല്ല. മരണം ഓരോ ഭാഗത്ത് ഓരോ രീതിയിലാണ് നമ്മൾ ആ മരണത്തെ മനസ്സിലാക്കേണ്ടത്. പിന്നെ മരണം എന്ന് പറഞ്ഞാൽ ജീവനും മരണവും എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ വരുമ്പോഴാണ്.
ആദം മുതൽ മോശ വരെ മരണം നീണാളോടി. മരണം വാണു. മോശയുടെ കാലത്ത് വന്നപ്പോൾ ജീവനും മരണവും രംഗത്ത് വന്നു. എന്നാൽ യേശു വന്നപ്പോൾ ജീവനും സമൃദ്ധമായ ജീവനും. ഇതാണ് പ്രോഗ്രസീവ് റൂട്ട് എന്ന് പറഞ്ഞത്. ആദാം മുതൽ മരണമേ ഉള്ളൂ, അവൻ മരിക്കുകയാണ്. മോശ വന്നപ്പോ പറഞ്ഞു മരണവും ജീവനും ഉണ്ട്, ആരെങ്കിലും ജീവിച്ചോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. യേശുക്രിസ്തു വന്നപ്പോ പറഞ്ഞു അതെല്ലാം പോയി, ഇപ്പൊ ജീവനും സമൃദ്ധമായ ജീവനും, രണ്ട് ഓപ്ഷൻ കൊടുത്തു. പക്ഷെ അപ്പൊ യേശുക്രിസ്തു പറയുന്നുണ്ട്, എന്റെ ജീവനെ ഞാൻ നൽകി വീണ്ടും ഞാൻ അതിനെ പ്രാപിക്കുന്നതിനാൽ പിതാവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് വാക്യം വന്നിട്ട് യോഹന്നാൻ സുവിശേഷത്തിന്റെ 10:17 പറയുന്നത്. എന്റെ ആ ഒരു പ്രാണനെ അല്ലെങ്കിൽ എന്റെ ലൈഫിനെ കൊടുത്തിട്ട് വീണ്ടും എടുക്കുന്നത്. അങ്ങനെ ഇവിടെ ജീവൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഒരു ശരീരത്തിന്റെ ആവശ്യമില്ലേ? നമ്മൾ മനുഷ്യനായിട്ട് നിലകൊള്ളുന്നു, നമ്മൾക്ക് എല്ലാവർക്കും ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾക്കൊരു ശരീരം ഉണ്ടെങ്കിലല്ലേ ഈ ജീവൻ കൊണ്ട് പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയത്തില്ല, കൊല്ലുവാനും കഴിയത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരീരം അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടില്ല വരുന്നത്. അതൊന്ന് പറയാം പാസ്റ്റർ. ജീവൻ എന്ന് പറഞ്ഞാൽ ശരീരം വേണമെന്ന് നിർബന്ധമില്ല. കാരണം ജീവന്റെ ഉറവിടം ദൈവമാണല്ലോ, ദൈവത്തിന് ശരീരമില്ലല്ലോ. ഇപ്പൊ ശരീരം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ബാഗേജ് ആണ്. അല്ല ശരീരം, ചില ആളുകൾ പറയും ദൈവത്തിന് ശരീരമില്ല, അയ്യോ പാവം, ദൈവത്തിന് എന്താ കുറവുണ്ടെന്നാണോ? ശരീരം ഉള്ളത് ആണ് കുറവ്. ശരീരം വരുമ്പം അതൊരു പരിമിതിയാണ്. ശരീരം ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറയും, ഒരുപാട് ലഗേജുമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളും ലഗേജ് ഇല്ലാതെ ട്രാവൽ ചെയ്യുന്ന ആളും തമ്മിൽ വ്യത്യാസം. ലഗേജ് ഇല്ലാത്ത ആള് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും, അയാൾക്ക് ചിന്താകുലങ്ങളില്ല. എന്റെ പെട്ടി എവിടെ വെക്കണം, അത് എങ്ങനെ സൂക്ഷിക്കും, അത് അവിടെ ഇരിക്കുമോ, ഒരുപാട് ആകുലതകളാണ്. പക്ഷെ ലെസ് ലഗേജ് മേക്ക് യുവർ ജേർണി കംഫർട്ടബിൾ എന്നാണ് പ്രമാണം. അപ്പോ ശരീരം നമ്മളെ സംബന്ധിച്ചൊരു എക്സ്ട്രാ ബാഗേജ് ആയിട്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിന് അങ്ങനെ ഒരു ശരീരമില്ല. നമുക്കതുകൊണ്ട് ശരീരം ഉണ്ടെങ്കിലേ ജീവനുള്ളൂ എന്നതിനകത്ത് കഴമ്പില്ല. ശരീരം ലിമിറ്റേഷൻ അല്ലേ, അതല്ലാതെ ഒരു അഡ്വാൻറ്റേജ് അല്ലല്ലോ ശരീരം. ഇല്ല പാസ്റ്റർ, അങ്ങനെ ഒരു മനുഷ്യനായിട്ട് ഏതെങ്കിലും തോട്ടത്തിൽ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു ശരീരം ഉണ്ടായിരുന്നു, നമ്മൾക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ദൈവം പറയുന്നുണ്ട് നിത്യജീവനെ പ്രാപിക്കാൻ നിങ്ങൾക്കുണ്ട്, മനുഷ്യർക്ക് നിത്യജീവൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ നിത്യജീവനെ കളഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഭൂമിയിലോട്ട് വന്ന് വീണ്ടും നമ്മൾ മരിച്ച് നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നു. അത് ഇങ്ങോട്ട് പ്രോഗ്രസീവായിട്ട് റെവലേഷൻ വരുന്നുണ്ട്. വീണ്ടും നമ്മൾ രൂപാന്തരപ്പെടുക, അല്ലെങ്കിൽ എല്ലാവർക്കും, കാരണം വെച്ചാൽ ഇതിനകത്ത് വെളിപാട് പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എല്ലാവരും മരിച്ചവർ എല്ലാവരും അവിടെ ആത്മാക്കളായിട്ട് നിൽക്കുന്നുണ്ട്. അവര് നീതിയുള്ളതിനാൽ അവർക്ക് വെള്ള നിലയങ്കി കിട്ടിയെന്നാണ് പറയുന്നത്. കാരണം ശരീരം ഉണ്ടെങ്കിലല്ലേ നിലയങ്കിയുടെ ആവശ്യമുള്ളൂ. അത് എല്ലാവർക്കും ശരീരം കിട്ടിയില്ല. പിന്നെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഫോമിൽ നിന്ന് മാറി വേറൊരു തലത്തിലേക്ക് മാറത്തില്ലേ? നമ്മളൊരു സ്പിരിറ്റ് ബീയിങ് ആയി മാറത്തില്ലേ? മനുഷ്യൻ എപ്പോഴും മരണം കഴിഞ്ഞ് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ഒരു ശരീരം മസ്റ്റായിട്ട് ആവശ്യമല്ലേ? അങ്ങനെ വരുമ്പോൾ അല്ല, മസ്റ്റായിട്ട് ആവശ്യമല്ല വെച്ചാൽ ഞാൻ ശരീരം കിട്ടത്തില്ലെന്നോ ഒന്നും പറഞ്ഞില്ല. ശരീരങ്ങളുടെ ഉയർപ്പെന്നുള്ള ഒരു വിഷയമാണ്. ഇപ്പൊ ജീവൻ ശരീരം വേണോ എന്നുള്ള ചോദ്യത്തിനാണ് നിർബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞേ. വിശ്വാസികൾക്ക് ശരീരത്തോടു കൂടിയ ഒരു പുനരുത്ഥാനം ഉണ്ടാകുമോ, മരിച്ചു പോയവർക്ക് ഒരു ശരീരം തിരിച്ചു കിട്ടുമോ എന്നുള്ളത് ഒരു വിശ്വാസപരമായ വിഷയമാണ്. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ അങ്ങനെയുണ്ട്. ശരീരങ്ങളുടെ പുനരുത്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നേറ്റിട്ടുണ്ട്. ആ ഒരു വിഷയമാണ്. തോമാച്ചൻ ശരീരങ്ങളുടെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ അത് ചോദിക്കാൻ കാരണം നമ്മളിപ്പം പറഞ്ഞു നമുക്ക് ശിക്ഷ ലഭിക്കത്തില്ല. എല്ലാവർക്കും ഈ പറയുന്ന പോലെ നമ്മുടെ റെസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള ശരീരം, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളെ വീണ്ടും അധിവസിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ, നമ്മൾക്ക് ശരീരം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഫീൽ ചെയ്യാം. അന്നേരം നമ്മൾക്ക് ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും നമ്മൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നോ അതേപോലെ തന്നെ അന്നും ഫീൽ ചെയ്യത്തില്ലേ? ദൈവം യേശുക്രിസ്തു ഒന്ന് ശിക്ഷിക്കുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബൈബിളിനകത്ത്. ആ വാക്യങ്ങൾ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കാര്യം അനിവാര്യമല്ലേ? നമ്മൾക്ക് ശരീരം കിട്ടും, ശരീരം കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് ശിക്ഷ കിട്ടുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പാസ്റ്റർ ഞാൻ വാക്യം എടുക്കാം. 2 തെസ്സലോനിക്കർ 1:7 തൊട്ടിട്ടാണ് വാക്യം.
ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. അപ്പൊ അവിടെ ഒരു ദൈവത്തിന്റെ നീതിയെ കാണുന്നുണ്ട്. നമ്മൾക്കൊരു ഈ പറയുന്ന സുവിശേഷം പറയുന്നവർ അല്ലെങ്കിൽ ന്യായം പ്രവർത്തിക്കുന്നവരെ ശിക്ഷിച്ചു കഴിയുമ്പോൾ ദൈവം വന്ന് യേശുക്രിസ്തു വരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ആ ശിക്ഷയുടെ കാര്യം അവിടെയും പറയുന്നുണ്ട്, വിശ്വാസ പ്രമാണത്തിലും പറയുന്നുണ്ട്. അതുപോലെ പാസ്റ്റർ ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ ആർക്കും ശിക്ഷയില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു നിത്യജീവൻ കിട്ടുമെന്ന് പറയുമ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് പ്രശ്നമില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. കാരണം ഇതിനകത്ത് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന് 9-ാമത്തെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ വിശ്വസിച്ച എല്ലാവർക്കും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കുന്നു പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ പറയുന്ന കാര്യത്തിനകത്ത് നമ്മൾ ഭയങ്കരമായിട്ടൊരു ശിക്ഷ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മൾ ഈ ദൈവത്തെ പറ്റി മനസ്സിലാക്കാതെ വാക്യങ്ങൾ വായിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ ദൈവം അവിടെ പ്രതികാരം ചെയ്യും എന്നാണ് പറയുന്നത്. എന്ത് പ്രതികാരമാണ് ദൈവം ചെയ്യുന്നത്? റിവെഞ്ച് എന്ന് പറയുമ്പോൾ ഗോഡ് കൈൻഡ് ഓഫ് റിവെഞ്ച് ആണ്. ദൈവത്തിന് അനുരൂപമായ പ്രതികാരം, ദൈവത്തിനടുത്ത പ്രതികാരം. മനുഷ്യന്റെ പ്രതികാരമല്ല, ദൈവത്തിന്റെ പ്രതികാരം. ദൈവത്തിനടുത്ത പ്രതികാരം എന്ന് പറഞ്ഞാൽ ഡിവൈൻ റിവെഞ്ച് ആണ്. എന്താണ് ഡിവൈൻ റിവെഞ്ച് എന്ന് ചോദിച്ചാൽ, റോമാലേഖനം 12-ാം അധ്യായം 19-ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പീൻ, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. തിന്മയ്ക്ക് പകരം തിന്മ കൊടുക്കുക എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ പദ്ധതിയല്ല, അത് യഹോവയുടെ ചിന്തയാണ്. അതുകൊണ്ട് ആ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഈ വാക്യങ്ങൾ വായിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, ദൈവത്തിന് അനുരൂപമായി നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം, ദൈവം ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സാണുള്ളത്. ഇന്ന് ഈ പറയുന്ന സുവിശേഷ തൊഴിലാളികൾക്ക് ക്രിസ്തുവിന്റെ മനസ്സല്ല, ചെകുത്താന്റെ മനസ്സാണ്. ചെകുത്താൻ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ താതാവിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലേ എന്ന് പറഞ്ഞ് പ്രതിപകര നീതി, തിന്മയ്ക്ക് പകരം തിന്മ. ഇവിടെ പുതിയ നിയമത്തിൽ പറഞ്ഞ തിന്മയ്ക്ക് പകരം തിന്മ കൊടുക്കരുത്, തിന്മയ്ക്ക് പകരം നന്മയാണ് കൊടുക്കുന്നത്. അപ്പം ഈ ധൂർത്തനായ പുത്രൻ അപ്പനോട് ചെയ്ത തിന്മയ്ക്ക് മുഴുവൻ അപ്പൻ കൊടുക്കുന്നത് എന്താണ്? അപ്പൻ കൊടുക്കുന്നത് അങ്കിയാണ്, അപ്പൻ കൊടുക്കുന്നത് പാദരക്ഷയാണ്, അപ്പൻ കൊടുക്കുന്നത് മുദ്രമോതിരമാണ്, അപ്പൻ കൊടുക്കുന്നത് സംഗീതമാണ്, നൃത്തമാണ്, വലിയ വിരുന്നാണ്, ആസ്വാദികരമായ രുചികരമായ ഭക്ഷണമാണ്. ഇതാണ് അപ്പൻ. ദ ഹാർട്ട് ഓഫ് ഫാദർ ആൻഡ് ഹൗസ് ഓഫ് ഫാദർ. പിതാവിന്റെ ഹൃദയം, പിതാവിന്റെ ഭവനം. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഇന്നത്തെ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾക്ക് യാതൊരു ബോധവുമില്ല. അതാണ് അവർ തെറ്റിപ്പോകുന്നത്. അല്ല പാസ്റ്റർ, ഇപ്പൊ ഈ എടുത്ത വാക്യം നമ്മൾ ഈ എടുത്ത റോമർ 12:20 എടുക്കുകയാണ്. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക, അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് പറയുന്ന വാക്ക്, അത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നത് തന്നെ നമുക്കിപ്പം സദൃശവാക്യം 25-ന്റെ 21-ാമത്തെ വാക്യമാണ്. ശത്രുവിന് അത് കറക്റ്റായിട്ട് ഇതേ വാക്യം തന്നെയാണ്. അത് യഹോവയുടെ കാര്യത്തിൽ പാസ്റ്റർ പറഞ്ഞപ്പോഴത്തേക്കും സാധാരണഗതിയിൽ നമ്മൾ ബൈബിൾ വായിച്ച് നമ്മൾ പഠനം നടത്തുന്ന ഒരാൾക്കാണെങ്കിൽ
ആ യഹോവയുടെ കാര്യത്തിൽ തന്നെ ആ യഹോവ ഭക്തനല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അത് എടുത്ത് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും റോമർക്ക് എഴുതുവാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ശലോമോന് ഒരു യഹോവ ഭക്തനല്ല, വിഗ്രഹാരാധിയാണ്. വിഗ്രഹാരാധിയായ ശലോമോനാണ് അത് എഴുതിയിരിക്കുന്നത്, ഒരിക്കലും യഹോവ ഭക്തനല്ല. മനസ്സിലായോ? അപ്പൊ അതെടുത്ത് ആ വിഗ്രഹാരാധി എഴുതിയിരിക്കുന്ന ഒരു വാക്യം പൗലോസ് അപ്പോസ്തലൻ എടുത്ത് ഉദ്ധരിക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഇല്ലേ? അതുകൊണ്ട് വിഗ്രഹാരാധിയായ ശലോമോൻ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരുന്നു, ജ്ഞാനത്തിന്റെ ദേവത അവനെ ജ്ഞാനത്താൽ നിറച്ചിരുന്നു, ആ ജ്ഞാനത്തിൽ നിന്നാണ് അവൻ എഴുതിയത്. അതൊരിക്കലും യഹോവയിൽ നിന്ന് വരുന്ന ആശയമല്ല. യഹോവ ഒരു ആളോട് ക്ഷമിച്ചതിന് 2 രാജാക്കന്മാരുടെ സ്ഥാനം തെറിപ്പിച്ചു കളഞ്ഞു. ഒന്ന് അരാം രാജാവായ ബെൻഹദദ്, മറ്റേത് അമലോക്യ രാജാവായ ആഖ. ഈ 2 രാജാക്കന്മാരോട് ഇസ്രായേൽ രാജാക്കന്മാർ ക്ഷമിച്ചു എന്ന് പറഞ്ഞ ആ 2 രാജാക്കന്മാരുടെ ചീട്ട് കീറിക്കളഞ്ഞ ആളാണ് യഹോവ. ക്ഷമ എന്നുള്ളത് യഹോവയുടെ ഡിക്ഷണറിയിലില്ല. ഇല്ല പാസ്റ്റർ, ഇപ്പൊ ഈ പറയുന്ന ശലോമോനും ദാവീദും എല്ലാം യഹോവ ഭക്തന്മാരായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. യഹോവ എന്ന് പറയുന്നത് അവരെ യഹോവയുടെ ഇതിനകത്താണ്, ആ നാമത്തിലാണ് എഴുതിയിരിക്കുന്നത് തന്നെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നേരെ തിരിഞ്ഞു പോകത്തില്ലേ? മാസ്റ്റർ ഇപ്പം പറഞ്ഞ യഹോവയുടെ ആ ഒരു നാമം എടുക്കരുത്, അത് മോശമാണെന്ന് പറയുമ്പോഴത്തേക്കും ശലോമോനും എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. അത് തന്നെ ആ കാര്യം തന്നെ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. യേശു ക്രിസ്തു അതിനെ എൻഡോസ് ചെയ്ത് പറയുന്നുണ്ട്, പലയിടത്തും പറയുന്നുണ്ട്. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് തന്നെ പറയുന്നുണ്ട്, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഈ പറയുന്ന കാര്യമെല്ലാം കോറിലേറ്റഡ്, എല്ലാം യേശു ക്രിസ്തുവും ഈ യഹോവയെ ദൈവത്തെ തന്നെ എൻഡോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. പാസ്റ്റർ കേൾക്കുന്നില്ല കേട്ടോ. ഹലോ പാസ്റ്റർ, മ്യൂട്ട് ആണോ? മ്യൂട്ട് പാസ്റ്റർ മ്യൂട്ടാണ്. ഹലോ ശിവ് പാസ്റ്റർ, കേൾക്കുന്നുണ്ടോ? നെറ്റ്വർക്ക് വല്ല പ്രോബ്ലം ആയിരിക്കും. നെറ്റ്വർക്ക് ഉള്ളതല്ല, ഇവിടെ ഒരാൾ വന്നതാ, കഥയെ തട്ടുക. ഞാൻ പറഞ്ഞു നമ്മൾ വീണ്ടും അത് ആവർത്തനം വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റുവാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യം, നമ്മളിപ്പം പാസ്റ്റർ പറയുന്നുണ്ട് 2 ദൈവങ്ങളുണ്ട്, മോശയ്ക്ക് 2 ദൈവങ്ങളുണ്ടായിരുന്നു പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന യഹോവയാണ് ശലോമോന്റെയും ദാവീദിന്റെ ഒക്കെ ദൈവം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് വലിയ വ്യത്യാസം കാണുന്നുണ്ട്. ഈ പറയുന്ന യഹോവയെ ദൈവത്തിന് 2 ദൈവങ്ങളെ എങ്ങനെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പാസ്റ്റർ പറഞ്ഞതെന്ന് പറയാം, ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. 2 ദൈവമല്ല, 2 ദൈവമില്ല, 2 കർത്താക്കന്മാർ, 2 ലോർഡ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഈ 2 പക്ഷെ ദൈവം ഒരാളേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. അതെങ്ങനെ അവരെവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഈ പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഈ ദൈവത്തെ കുറിച്ചിട്ട്, അവരുടെ ദൈവത്തെ കുറിച്ചിട്ട്, കർത്താവിനെ വിട്ടിട്ട്, എന്റെ ദൈവവും കർത്താവ് എന്ന് പറഞ്ഞാല് ഏക ദൈവം അല്ല. ഇതിന് ഡ്യൂട്രോണമി 6:4 തോന്നുന്നു, അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലോ, ഏക കർത്താവ് നിങ്ങൾക്കുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. അത് യഹോവയെ ദൈവം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ ദൈവത്തെ കുറിച്ചിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരുടെ ദൈവത്തെ കുറിച്ച്? യഹൂദന്റെ ദൈവത്തെ കുറിച്ചിട്ട് ആ പഴയ നിയമത്തിൽ എവിടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ യഹൂദൻ അങ്ങനെയല്ല. ഈ ഓരോ ജാതികൾക്കും ഈ കർത്താക്കന്മാരെ കൊടുക്കുകയാണ്. അപ്പൊ ഓരോരുത്തർക്കും കിട്ടുന്ന കർത്താവാണ് അവരുടെ ദൈവം. അപ്പൊ അവര് ദൈവവും കർത്താവും എന്ന് വിളിക്കും. കാരണം ഈ മഹോന്നതനായ ദൈവം ജാതികൾക്ക് അവകാശങ്ങളെ വിഭജിച്ചു കൊടുത്തു എന്ന് ആവർത്തനം 32:8 എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഓരോ ജാതികൾക്കും അതാത് ജാതികളുടെ ദൈവത്തെ കിട്ടി. അപ്പൊ കർത്താക്കന്മാരെ വിഭജിച്ച് കിട്ടി. അത് ദൂതവാഴ്ചയാണ്, ദൂതന്മാരാണ് ആ കാലഘട്ടത്തിൽ വാണുകൊണ്ടിരുന്നത്. അപ്പൊ ദൂതന്മാരുടെ വാഴ്ചയുടെ ഭാഗമായിട്ടാണ് അത് കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഈ പറയുന്ന യേശുക്രിസ്തു ഇവിടെ വന്ന് നമ്മളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. യേശുക്രിസ്തു പിതാവായ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ പറയുന്ന യേശുക്രിസ്തു പരിചയപ്പെടുത്തുന്ന പിതാവിന്റെ സന്നിധി ഇപ്പൊ വരുന്നേ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാവേ. പക്ഷെ നമുക്ക് ഈ പറയുമ്പോഴത്തേക്കിനും യഹൂദന്റെ കർത്താവ് യഹോവയെ ദൈവം എന്ന് പാസ്റ്റർ പറയുന്നുണ്ട്. കാരണം യഹൂദന്റെ ദൈവം ആ പറയുന്ന അത്യുന്നതനായ ദൈവമാണോ, അതോ അത് വേറെ ഒരു കർത്താവ് മാത്രമായിട്ടാണോ? യഹൂദന് 2 കർത്താക്കന്മാരുണ്ടായിരുന്നു. ഒന്ന് അവരെ പരമ്പരാഗതമായി നടത്തിക്കൊണ്ടിരുന്ന ഏൽ ഷദായി. ഈ ഏൽ ഷദായിയെയാണ് പരമ്പരാഗതമായിട്ട് യഹൂദൻ പിടിച്ചിരുന്നത്. പിന്നീട് മോശയുടെ അമ്മായിപ്പൻ ഇത്രോ കൊണ്ടുവരുന്നതാണ് യഹോവയെ. അതിനുശേഷം യഹോവയും എൽ ഷദായിയും തമ്മിലുള്ള സംഘർഷമാണ് നിങ്ങൾ ഈ പഴയ നിയമത്തിൽ മുഴുവൻ കാണുന്നത്.
അല്ലെങ്കിൽ ഇത്രയും കാലുഷ്യം ഉണ്ടാകേണ്ട കാര്യമില്ല. ഒരു ദൈവം ഒരു ജനത്തെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ വിഘടനവാദം, വിഭജനം, വിഗ്രഹാരാധന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരണ്ട. യഹോവ ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിയത് ഇസ്രായേൽക്കാരെ തന്നെയാണ്. സ്വന്തം ജനത്തെ കൊന്ന വേറൊരു ദൈവവും ലോക ചരിത്രത്തിൽ ഇല്ല. എന്തുകൊണ്ടാണ് കൊല്ലേണ്ടി വന്നത്? നിങ്ങൾ മത്സരഗൃഹമാണ്, റിബല്യസ് ഹൗസ്. ആരാണ് റിബല്യസ് ഹൗസ്? മൊവാബിരൊരിക്കലും അവരുടെ ദേവനായ കെമോഷിനോട് മത്സരിച്ചിട്ടില്ല. ഫെലിസ്തീനൊരിക്കലും അവരുടെ ദേവനായ ദാഗോനോട് മത്സരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ കനാന്യ ജാതികൾ ആരും സ്വന്തം ദേവനോട് മത്സരിച്ചിട്ടില്ല. പക്ഷെ എന്റെ ജനം എന്നോട് മത്സരിക്കുന്നു എന്ന് പരാതി പറയുന്ന ഒരൊറ്റ ദൈവമേ നമ്മൾ കാണുന്നുള്ളത്. യഹോവയ്ക്ക് മാത്രമാണ് ഈ ഗതികേട്. എന്തുകൊണ്ടാണ്? യഹോവ അവരുടെ യഥാർത്ഥ ദൈവമല്ല. യഹോവ അവിടെ വലിഞ്ഞു കയറി ചെന്നവനായതുകൊണ്ടാണ് അവർ മത്സരിച്ചിരുന്നേ. അവരുടെ പാരമ്പര്യത്തിലേക്ക് അവർ തിരിയുകയാണ്. അത് യഹോവ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നു, എന്നെ ആരാധിക്കുന്നില്ല. ഇതാണ് യഹോവയുടെ പരാതി. പിതാക്കന്മാരുടെ ദൈവത്തെ അവർ ആരാധിക്കും, ആ പാരമ്പര്യത്തിലേക്ക് പോകും. ഇപ്പൊ സമാനമായിട്ട് മലങ്കരയില് 34 ഭരണഘടന വെച്ച് ഒരു ഗ്രൂപ്പ് വന്നിട്ട് മലങ്കരയിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയാണ്. കാരണം നിങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് നിങ്ങൾ പോകരുത്, ഇവിടെ നിൽക്കണം. ഇത് ഞങ്ങൾ ഇവിടെ കൽപ്പന ഇറക്കി. അതുപോലെ യഹോവ കൽപ്പന ഇറക്കിയിട്ട് പറയാണ് നിങ്ങൾ എന്നെ ആരാധിക്കണം. പക്ഷെ ജനം പറയാണ് ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ആരാധിക്കുന്ന അവിടെയല്ലേ, ഞങ്ങൾ ദേവനെ അതല്ലേ. അപ്പൊ അതല്ല. അപ്പൊ ഇങ്ങനെയാണ് ഈ ഇസ്രായേലിന്റെ ചരിത്രം മുഴുവൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കാതെയും ഉൾക്കൊള്ളാതെയും ബൈബിള് വായിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും മനസ്സിലാവില്ല. ഇത് അവിടെ വലിയ സംഘർഷം നടക്കുകയാണ്, രണ്ട് ടീമാണ്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഈ 2 കർത്താക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഇവിടെ ചോദ്യം വന്നിട്ട് അവരുടെ ദൈവം ഏതായിരുന്നു? കർത്താവ് ഈ പറഞ്ഞ യഹോവയ ദൈവം, അത്യുന്നതനായ ദൈവം ആണെന്ന് പറഞ്ഞു. അവരുടെ ദൈവം ഏതായിരുന്നു? കർത്താവ് ഇവർ രണ്ടുപേരും ആണെങ്കിൽ ദൈവം ആരായിരുന്നു എന്ന് ഏതെങ്കിലും വാക്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ദൈവം ഒന്നല്ലേ ഉള്ളൂ. ദൈവം അല്ലല്ലോ ഡയറക്റ്റ് ഇടപെടുന്നേ. ഓക്കെ, അല്ല ഇവർക്കിപ്പോ ദൈവത്തെ അറിയത്തില്ല, ഇപ്പൊ കർത്താവിനെ മാത്രം ഇവര് ആരാധിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ആ പ്രശ്നം വരത്തില്ലല്ലോ. അവിടെയാണ് ഈ പറയുന്ന യഹോവയായ ദൈവം ഏക ദൈവത്തിന്റെ ദൂതനാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ദൂതനായിട്ട് വന്ന് കർത്താവായിട്ട് വാഴുകയാണെങ്കിൽ ഈ ചെയ്യുന്ന കാര്യത്തിന് മുഴുവനും ഈ പറയുന്ന യഹോവയായ ദൈവമല്ലേ ഇതിനകത്ത് മുഴുവൻ റെസ്പോൺസിബിൾ ആകേണ്ടത്. അങ്ങനെ വരുമ്പോൾ പാസ്റ്റർ പറയുന്ന ഏകദൈവം, ലോകത്തിന്റെ ഏകദൈവം ഈ യഹോവയായ ദൈവത്തെ ശിക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ലേ അങ്ങനെ വരുമ്പോ? അല്ല, ഞാൻ അതിനകത്തൊരു വാക്യം വായിക്കാം. ഈ യെരമ്യാ പ്രവചനം 44 അധ്യായം 16 വാക്യം. നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല. ജനം ഒറ്റക്കെട്ടായിട്ട് പറയാണ്, നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയബലി പകരുകയും ചെയ്യും എന്ന് ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ചയൊക്കെയും ഞങ്ങൾ നിവർത്തിക്കും. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യഹൂദ പട്ടണങ്ങളിലും യെരുശലേം വീഥികളിലും ചെയ്തിരുന്നത് പോലെ തന്നെ അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം ആഹാരവും സുഖവും ഉണ്ടായിരുന്നു, ഒരനർത്ഥവും നേരിട്ടിരുന്നില്ല. എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും പാനീയബലി പകരുന്നതും നിർത്തിയതു മുതൽ ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ. ഞങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയുന്നു. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും പാനീയബലി പകരുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അവളുടെ രൂപത്തിൽ അടയുണ്ടാക്കുന്നതും അവൾക്ക് പാനീയബലി പകരുന്നതും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടാതെയോ. അപ്പം അവരുടെ ഇത് ആകാശരാജ്ഞിയുടെ രൂപത്തിൽ ഒരു അടയുണ്ടാക്കി വെക്കും, അവിടെ പാനീയബലി വീഞ്ഞും കൊണ്ട് വെക്കും. ഈ നിസ്സാരമായ ആരാധനയാണ്, മരങ്ങളുടെ ചുവട്ടിലാണ്. അപ്പൊ വളരെ പ്രകൃതി സൗഹൃദപരമായ ഒരു ആരാധനാ രീതി, തികച്ചും വെജിറ്റേറിയൻ സ്റ്റൈലിലാണ് അവർ ആരാധിക്കുന്നത്. യഹോവയുടെ വളരെ ക്രൂരമായ ചാരായമൊഴിക്കുകയും കാളകളുടെയും ആടുകളുടെയും രക്തവും മാംസവും മേധസ്സും മൂത്രപിണ്ഡവും വരെ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അതിക്രൂരമായ ആഭിചാര പ്രക്രിയയാണ്. രണ്ട് തികച്ചും ഓപ്പോസിറ്റ്. എന്നിട്ട് ഈ രക്തദാഹിയായ മദ്യപ്രിയനായ ഈ യഹോവ അവരെ അടിച്ചമർത്തുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് വിഗ്രഹാരാധനയാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഇത്ര നോബിൾ ആയിട്ടുള്ള ഒരു വർഷിപ്പ് ഫോം ഫോളോ ചെയ്യുന്നവരെ യഹോവ ഭക്തന്മാർ അക്യൂസ് ചെയ്യുകയും അവരെ കൊല്ലുകയുമാണ്. അങ്ങനെ ഈ
അഷേരയുടെ അഥവാ എൽഷദായിയുടെ ഭക്തന്മാരെ മുഴുവൻ ഇവർ കൊന്നു. എത്രയോ സ്ഥലങ്ങളിൽ അവരുടെ ചെറിയ ആരാധനാ സ്ഥലങ്ങൾ ഇടിച്ചു കളഞ്ഞ് അവരുടെ ഗ്രോട്ടോകള്, ഈ അഷേരയ്ക്ക് വേണ്ടി ഗുഹയുണ്ടാക്കിയിട്ട് ആ ഗുഹയിൽ അതിനെ ഗ്രോട്ടോ എന്ന് പറയുന്നത്, അതിന്റെ മാതൃകയിലാണ് ഇന്ന് കത്തോലിക്ക പള്ളിയിൽ മാതാവിന്റെ ഗ്രോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ അഷേരയുടെ ഒരു ഗ്രോട്ടോയിലാണ് ഈ കന്യകാമറിയം യേശു തമ്പുരാനെ പ്രസവിക്കുന്നത്, യേശു കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഒരു ഗ്രോട്ടോയിലാണ്. എന്നിട്ട് പിന്നെ പശുവിന്റെ തൊട്ടിയിൽ കിടത്തുകയാണ്. ഈ പശുവിന്റെ തൊട്ടിയിൽ കിടത്തി എന്ന് പറഞ്ഞാൽ ഈ പശുവും കിടാവും എന്നുള്ളത് കൗ ആൻഡ് കാഫ് എന്നുള്ളത് അഷേരയുടെ സിമ്പലാണ്. ആ അഷേരയുടെ സിമ്പലിന്റെ കീഴെയാണ് ഉണ്ണീശോയെ കിടത്തുന്നത്. അഷേരയുടെ ആലയത്തിലാണ് ഉണ്ണീശോയെ പ്രസവിക്കുന്നത്. അതുകൊണ്ടാണ് വേദിലഹേമിൻ കല്ലിൻ ഗുഹ തന്നിൽ, സമാജം കേട്ടിട്ടുണ്ടല്ലോ പാട്ട്. അപ്പൊ ആ കല്ലിന്റെ ഗുഹ എന്ന് പറഞ്ഞാൽ അത് ഗ്രോട്ടോയാണ്. അത് ഇസ്രായേലിൽ മുഴുവൻ അത്രയും ഗ്രോട്ടോകൾ ഉണ്ടായിരുന്നു. ഈ ഗ്രോട്ടോകളെ ഇടിച്ച് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു യഹോവ ഭക്തന്മാരുടെ പ്രധാന പരിപാടി. അപ്പൊ നമ്മൾ ഇസ്രായേലിന്റെ ഓൾ ഹിസ്റ്ററിയിൽ ഇസ്രായേൽ വാസ് ഡിവൈഡഡ് ഇൻ ടു. അവരുടെ പിതാക്കന്മാരുടെ ദൈവം അബ്രാഹത്തിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവും. അതുകൊണ്ട് മോശയോട് പറയുമ്പോൾ മുൻകൂർ ജാമ്യം എടുത്തിട്ട് യഹോവ പറയാം, ഞാന് അബ്രഹാമിനും മറ്റും ഇങ്ങനെ ഈ പേരിലൊന്നും അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നിന്റെ പിതാവായ അബ്രഹാം ഈ നാമം കേട്ടിട്ടില്ല. ഹി നെവർ ഹേർഡ് ദിസ് നെയിം. അപ്പൊ അബ്രഹാമിന് യഹോവ എന്നുള്ള പേരറിയത്തില്ല. എന്നിട്ടും അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. ഭയങ്കരം തന്നെ. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടില്ല. അബ്രഹാം ആ സ്ഥലത്തിനിട്ട പേര് മൊറിയോ നെഹസ്സേ എന്നാണ്. അബ്രഹാം വിളിച്ചത് മൊറിയോ നെഹസ്സേ എന്നാണ്. അത് പിന്നീട് റിട്രോസ്പെക്ഷൻ ആന്ന് പറഞ്ഞു ഇവമാര് പുറകോട്ട് പോയി തിരുത്തി. അങ്ങനെയാണ് അബ്രഹാം യഹോവ എന്ന പേര് അവന് കിട്ടിയിരുന്നെങ്കിൽ അവൻ ഈ സ്ഥലത്തിന് ഇടാൻ സാധ്യത ഉണ്ടായിരുന്ന പേര് യഹോവ ഈരെ. അങ്ങനെയാണ് അവർ യഹോവ ഈരെ എന്ന് എഴുതി വെച്ച്. അല്ലാതെ അബ്രഹാമിന്റെ ദൈവം, ഇസാക്കിന്റെ ദൈവം, യാക്കോവിന്റെ ദൈവം, ഇതാണ് ബൈബിൾ നിരന്തരം പറയുന്നത്. യേശു കർത്താവും പറയുന്നത് അബ്രഹാമിന്റെ ദൈവം, ഇസാക്കിന്റെ ദൈവം, യാക്കോവിന്റെ ദൈവം. അല്ലാതെ ഏലിയാവിന്റെ ദൈവം എന്ന് പെന്തക്കോസ്തുകാരാ പറയുന്നത്. മോശയുടെ ദൈവം എന്ന് പ്രതറങ്കാരുവാ പറയുന്നത്. യഥാർത്ഥ ക്രൈസ്തവർ പറയുന്ന അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവും എന്ന്. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഓക്കെ പാസ്റ്റർ, അത് സംഭവിച്ചു. പാസ്റ്റർ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇപ്പം അവർ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഈ അപ്പോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബലികൾ അല്ലെങ്കിൽ ഈ ഇൻസെൻസ് കാണിക്കുക അല്ലെങ്കിൽ ഈ ധൂപം കാണിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ വിട്ട് അഷേരയുടെ വല്ല നിയമങ്ങളും എല്ലാം അവിടെ നിലനിൽപ്പുണ്ടായിരുന്നോ ഇവരുടെ ഇടയിൽ? അല്ലെ അഷേര എന്തെങ്കിലും നിയമങ്ങൾ കൊടുക്കാറുണ്ടോ? ഇന്നത് പാലിക്കുക? ഉണ്ട്. അഷേര ധാരാളം നിയമങ്ങൾ. അഷേര കൊടുത്ത നിയമമാണ് കൊല്ലരുത്. അതായത് 2 കൽപ്പലകയാണ് ചെത്തിയത്, ഒരു കൽപ്പലകയല്ല. കാരണം 2 കർത്തൃത്വമുണ്ട്. അപ്പൊ യഹോവയുടെ കർത്തൃത്വം കൊടുത്ത 4 കൽപ്പനയാണ്. ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ ആകാശത്തിനാണ് ഭൂമിയിലോ ഭൂമിക്ക് താഴെ സമുദ്രത്തിലുള്ള യാതൊന്നിന്റെ സാദൃശ്യമോ സ്വരൂപമോ നീ ഉണ്ടാക്കുകയോ വണങ്ങുകയോ ചെയ്യരുത്. എന്റെ നാമത്തെ വൃഥാ എടുക്കരുത്, ഞാൻ ഭയങ്കരനാണ്. ശബത്ത് ദിവസത്തെ നീ സൂക്ഷിക്കണം. ഇത്രയേ ഉള്ളൂ പുള്ളിയുടെ കാര്യം. പുള്ളിയുടെ കാര്യം കഴിഞ്ഞു, പുള്ളിയുടെ കൽപ്പന തീർന്നു. അശേരാദേവി കൽപ്പന കൊടുക്കുകയാണ്, 2ാമത്തെ കൽപ്പലക. അവിടെ എന്താണ്? കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം. എത്ര മനോഹരമായ കൽപ്പനകള്! നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചൊരു ചെറുപ്പക്കാരൻ വന്ന് മുട്ടുകുത്തി അവനോട് യേശുക്രിസ്തു പറഞ്ഞു കൊടുത്ത കൽപ്പന 2ാമത്തെ കൽപ്പലകയിലെ കൽപ്പന മാത്രമാണ്. 1ാമത്തെ കൽപ്പലകയിലെ ഒരു കൽപ്പന യേശു പറഞ്ഞില്ല. നിങ്ങൾക്ക് ബൈബിൾ പരിശോധിക്കാവുന്നതാണ്. കാരണം അവിടെ 2 സ്ട്രീമാണ്. ഏലിന്റെ സ്ട്രീമും യാഹിന്റെ സ്ട്രീമും. ഏലോഹിസ്റ്റുകളും യാഹിസ്റ്റുകളും. എലോഹിസ്റ്റുകളെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇന്നും ആ യഥാർത്ഥ ദൈവത്തിന്റെ സ്ട്രീമിൽ നിൽക്കുന്ന സഭയിലുള്ളവര് ഇന്നും പീഡിപ്പിക്കപ്പെടുന്നു, ഇന്നും കൊല്ലപ്പെടുന്നു. യാഹിസ്റ്റുകൾ അവരെ കൊല്ലുന്നു. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുന്നു, ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതായി അന്ന് കണ്ടതുപോലെ ഇന്നും കാണപ്പെടുന്നു. അതെന്നും കാണപ്പെടും. അപ്പൊ ജഡത്തിൽ നിന്ന് ജനിച്ചവരും ആത്മാവിൽ നിന്ന് ജനിച്ചവരും തമ്മിലുള്ള സംഘർഷം അത് അന്നും ഇസ്രായേലിലുണ്ടായിരുന്നു, ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ട്. അതാണ് ഈ ആശയ സംഘർഷങ്ങളുടെയും കാരണം. ഇല്ല പാസ്റ്റർ, അവിടെ ഒരു വലിയൊരു സംശയം വരുന്ന പറഞ്ഞാൽ ഇപ്പം പാസ്റ്റർ പറഞ്ഞത് അഷേരയുടെ കാര്യവും ഈ പറയുന്ന 2ാമത്തെ കൽപ്പന കൊടുത്ത ഏലിന്റെ കാര്യം കൂടെ പറയുന്നു. ഇവര് തമ്മിൽ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന നിയമങ്ങൾ ഡയറക്റ്റായിട്ട് അഷേരയാണ് കൊടുത്തതെന്ന് അങ്ങ് എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്?
അതിനെയാണ് റൈറ്റ്ലി ഡിവൈഡിങ് ദ സ്ക്രിപ്ചർ എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നത്. അതായത് യു ഹാവ് ടു ഡിവൈഡ് ദ സ്ക്രിപ്ചർ ഇൻ എ റൈറ്റ് മാനർ. അപ്പൊ സ്ക്രിപ്ചറിനെ എന്തിനാണ് ഡിവൈഡ് ചെയ്യുന്നത്? 2 തിമോത്തി 2:15 പറയുകയാണ്, എംഫസൈസ് ചെയ്യുന്നത് അവിടെ ഡിവൈഡ് ദ സ്ക്രിപ്ചർ, സ്റ്റഡി ടു ഷോ തൈസെൽഫ് അപ്രൂവ്ഡ് അൺടു ഗോഡ്, എ വർക്ക്മാൻ ദാറ്റ് readeth not to be ashamed, rightly dividing the word of truth. സത്യവചനത്തെ യഥാർത്ഥമായി വിഗ്രഹിച്ചുകൊണ്ട്, അപ്പൊ സത്യവചനത്തെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എന്താണ്? ഗുഡ് വോയിസ് ഓഫ് ഗോഡ് ആൻഡ് ബാഡ് വോയിസ് ഓഫ് ഗോഡ്, ഓർ എ വോയിസ് ഓഫ് ഗുഡ് ഗോഡ് ആൻഡ് എ വോയിസ് ഓഫ് ബാഡ് ഗോഡ്. അപ്പൊ ബൈബിളിൽ തന്നെ ഗുഡ് ഗോഡിന്റെ വോയിസും ബാഡ് ഗോഡിന്റെ വോയിസും ഉണ്ട്. യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ലൈക്ക് ആൻ എക്സ്പേർട്ട്, ലൈക്ക് എ സർജൻ. അപ്പൊ ഒരു സർജൻ ഈ ശരീരത്തെ കീറി മുറിച്ച് രോഗാതുരമായ ശരീരഭാഗത്തിലേക്ക് ആ നൈഫ് ഇറങ്ങിപ്പോകുന്നത് പോലെ ഒരു വർക്ക്മാൻ എന്ത് ചെയ്യണം? വർക്ക്മാൻ വളരെ സങ്കീർണമായി സംഗതികൾ, കൊത്തുപണികളാകട്ടെ ഒക്കെ ചെയ്യുന്നത് പോലെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബൈബിൾ പഠനം. ആ ബൈബിൾ പഠനത്തിൽ ഈ റൈറ്റ്ലി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓർത്തോറ്റോമിയോ എന്നാ പറയുന്നത്. ഓർത്തോറ്റോമിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഈ തിരുവെഴുത്തിനെ റൈറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് എവിടുന്നാണ്? ഇസ് ഇറ്റ് ഫ്രം ഗുഡ് ഗോഡ് ഓർ ഇസ് ഇറ്റ് ഫ്രം ദാറ്റ് ബാഡ് ഗോഡ്? ഓൾഡ് ടെസ്റ്റമെന്റിൽ ഈ ഗുഡ് ഗോഡും ഉണ്ട്, ബാഡ് ഗോഡും ഉണ്ട്. കൊല ചെയ്യരുതെന്ന് പർവ്വതത്തിന്റെ മുകളിൽ എഴുതി കൊടുത്ത ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ ഒരു കർത്താവുണ്ട്. ആ കൽപ്പനയുമായിട്ട് താഴെ വന്നപ്പോൾ തന്നെ 3000 പേരെ കൊല്ലിച്ച ഒരു കർത്താവുമുണ്ട്. കൊല്ലരുതേ എന്ന് പറഞ്ഞ് മഷി ഉണങ്ങുന്നതിന് മുമ്പ്, മഷി ഉണങ്ങുക എന്ന് പറഞ്ഞാൽ ആലങ്കാരികമാണ്, കാരണം കല്ലിലാണ് എഴുതി. അപ്പം അത് എഴുതിയതിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പേ ഇവിടെ കൊലപാതക പരമ്പര 3000 പേരെ കൊന്നിട്ട് ആ കൽപ്പന കൊടുത്ത ദൈവത്തോട് റിബലായിട്ട് നിൽക്കുന്ന ഈ പ്രത്തെ കർത്താവുണ്ട്. 2 കർത്താക്കന്മാരാണ് ഇസ്രായേലിനെ കൊണ്ടു നടന്നത്. യഹോവയാണ് മാറായിൽ വെള്ളത്തെ കയ്പാക്കുന്നത്, അശേരയാണ് അതിനെ മധുരമാക്കുന്നത്. ഒരു വൃക്ഷക്കൊമ്പാ വെട്ടിയിടുന്നത്, അശേര വൃക്ഷമായിട്ടാണ് എപ്പോഴും വരുന്നത്, വൃക്ഷക്കൊമ്പാണ് വെട്ടിയിടുന്നത്. അപ്പൊ ഓരോ പരീക്ഷണ ഘട്ടങ്ങളിലും യഹോവ പാമ്പിനെ അയച്ച് അവരെ കടിപ്പിച്ചപ്പം അശേര എന്ത് ചെയ്തു? അശേര സ്തംഭത്തെ ഉയർത്തിയപ്പോൾ അവർ രക്ഷപ്പെട്ടു. ഷി വാസ് ദ ഗോഡസ് ഓഫ് ഹീലിംഗ്, ബ്യൂട്ടി, വിസ്ഡം ആൻഡ് എന്താണ്, അവള് അനവത്യതയ്ക്കുള്ള നിവാരണമായിട്ട് ഫെർട്ടിലിറ്റി ഗോഡസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫെർട്ടിലിറ്റി ഗോഡസ് അത് പുരാതന മെസപ്പൊട്ടോമിയൻ ആരാധനയാണ്. ഫെർട്ടിലിറ്റി ഗോഡാണ് അബ്രഹാമിന്. അതുകൊണ്ടാണ് 100ാമത്തെ വയസ്സിൽ അബ്രഹാമിന് മകൻ ജനിക്കുന്നത്. ഇത് വസ്തുതയാണ് തോമാച്ച. ഇല്ല പാസ്റ്റർ, അതിപ്പോ അതിനകത്ത് നോക്കുമ്പോ പാസ്റ്റർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരെ ഘടകവിരുദ്ധമാണ്. നമ്മൾ ഈ പറയുന്ന യെരമ്യാ പ്രവചനം തന്നെ എടുത്തു കഴിഞ്ഞാലും അവിടെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് 7:8 യെരമ്യാ പ്രവചനം 7:8 പറയുന്നു, നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജ വാക്കുകളിൽ ആശ്രയിക്കുന്നു, നിങ്ങൾ മോഷ്ടിക്കുകയും കുല ചെയ്യുകയും വ്യഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങൾ അറിയാത്ത ദേവന്മാരോടും ചെന്ന് ചേരുകയും ചെയ്യുന്നു. പിന്നെ വന്ന് എന്റെ നാമം വിളിക്കുന്ന ഈ ആലയത്തിൽ എന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ എന്ന് പറഞ്ഞാൽ ഈ മ്ലേച്ഛതകൾ ചെയ്യുന്നവരാണ് ബാലിനെയും അശേരയെയും ആരാധിച്ചിരുന്നതെന്ന് യഹോവയായ ദൈവം പറയുന്നു. അതുമല്ല, യെരമ്യാ പ്രവാചകൻ ക്ലീനായിട്ട് യെരമ്യാ പ്രവചനം നടത്തുന്നത് തന്നെ നിങ്ങൾ നന്നായിട്ട് 7:3 വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. യഹോവയുടെ മന്ദിരം. ഇത് ഇങ്ങനെ പറഞ്ഞ് കറക്റ്റായിട്ട് യഹോവയായ ദൈവം പ്രവചിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ നടന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ ദേശം ഈ ദേശം നശിപ്പിക്കപ്പെടും, നിങ്ങൾ ഇവിടുന്ന് ഉന്മൂലനാശനം ചെയ്യപ്പെടുമെന്ന്. അത് കഴിഞ്ഞിട്ടാണ് ബാബിലോൺ എക്സൈൽ വരുന്നത് തന്നെ. ഈ ഒരു പ്രവചനം, ഈ യെരമ്യാ പ്രവചനം വന്നു കഴിഞ്ഞിട്ടാണ് ബാബിലോൺ വരുന്നത് തന്നെ. ഓക്കെ. നമ്മള് തോമാച്ചന് ഈ കുടുംബജീവിതത്തിലൊക്കെ കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തോമാച്ചൻ ഒരു പാസ്റ്റർ അല്ലാത്തോണ്ട് പോയി കാണത്തില്ല. ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ വിട്ടിട്ട് വേറൊരു പുരുഷന്റെ കൂടെ പോകണമെങ്കിൽ അവളുടെ ഭർത്താവിന് എന്തെങ്കിലും കഴിവുകേട് കാണുമല്ല, ക്രൂരനായിരിക്കും. ഇവര് നിരന്തരമായിട്ട് യഹോവ ഇത്രയും വാണിംഗ് കൊടുത്തിട്ടും ഈ ഇസ്രായേൽ ജനം യഹോവയ്ക്ക് പുല്ലുവില പോലും കൊടുക്കാതെ പിന്നെയും അശേരെ ആരാധിക്കാൻ പോകുന്നതിന്റെ കാരണം എന്താ? ഇത്രമാത്രം യഹോവ അവരെ പീഡിപ്പിച്ചു, വാണിംഗ് കൊടുക്കുന്നു.
താക്കീത് കൊടുക്കുന്നു. ഒരിക്കൽ പോലും ഇസ്രായേൽ ഹൃദയപൂർവ്വം യഹോവയെ ഭജിച്ചിട്ടില്ല, ആരാധിച്ചിട്ടില്ല. ദേ ഹേറ്റ് ഹിം. കാരണം ഹി വാസ് എ ഫോറിൻ ഡെയിറ്റി ഫോർ ദം. ഹി വാസ് എൻറ്റയർലി ഫോറിൻ. ഒരു വിദേശ അല്ലെങ്കിൽ തങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ദേവനാണ് യഹോവ. അവരുടെ പിതാക്കന്മാരുടെ ദൈവമുണ്ട്, ആ ദൈവത്തെ അവർ ആരാധിക്കത്തുള്ളൂ. പക്ഷെ അവരുടെ ഇടയിലെ ഈ നൃശംസന്മാരാണ് യഹോവയെ ആരാധിക്കുന്നത്. യഹോവ ആരാധന ഇസ്രായേലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറെ പണക്കാരൊക്കെയാണ് ആദ്യം യഹോവയുടെ കൂടെ കൂടിയത്. സാധാരണ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു ഇൻഫ്ലുവൻസും ചെലുത്തുവാൻ യഹോവയ്ക്ക് സാധിച്ചില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ ജനം മുഴുവൻ അശേരയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ബാലിനെ ആരാധിക്കുന്നു എന്നാണ് ഇവിടെ ബ്ലെയിം ചെയ്തത്. അശേരെ ആരാധിക്കുന്നു ബ്ലെയിം ചെയ്തില്ല. അത് തന്നെ തോമാച്ചൻ നോക്കാത്തെ. കാരണം ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് അശേര ഹാസ് ഓൾ റൈറ്റ്. അശേരയ്ക്ക് അവിടെ റൈറ്റ് ഉണ്ട്. അശേര ആരാധിക്കുന്നത് കുറ്റം പറയാൻ എഴുതി വെക്കാൻ പോലും അവർക്ക് പേടിയാണ്. കാരണം അത് ഒറിജിനലി ഷീ ഹാസ് റൈറ്റ്. ബാലിനെ ആരാധിക്കുന്നത്, കാരണം ബാൽ ഇസ്രായേലിന്റെ ദൈവമല്ല, അതുകൊണ്ട് ബാലിനെ ആരാധിച്ചു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഏലിയാവ് അശേരയുടെ പ്രവാചകന്മാരെയും ബാലിന്റെ പ്രവാചകന്മാരെയും കർമ്മേലിന്റെ മലമുകളിൽ കൊണ്ടുവന്നു. അവസാനം പറഞ്ഞു ബാലിന്റെ പ്രവാചകന്മാരെല്ലാം കൊന്നേക്കാൻ പറഞ്ഞു. അശേരയുടെ പ്രവാചകന്മാരെ എന്നാ കൊല്ലാഞ്ഞ്? അശേരയുടെ പ്രവാചകന്മാരെ കൊല്ലാൻ പറ്റത്തില്ല. കാരണം അശേരയ്ക്ക് റൈറ്റ് ഉണ്ട് അവിടെ. അശേര അവിടുത്തെ ഒറിജിനൽ ലോഡാണ്. അശേരയുടെ പ്രവാചകന്മാർ അവിടെ നിന്നാൽ കൊല്ലാൻ പറ്റില്ല. ഇല്ല ബാലിന്റെ പ്രവാചകന്മാരെ കൊണ്ട് ഇല്ലല്ല പാസ്റ്റർ ഇവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകം എടുത്ത് നമുക്ക് വായിക്കാം. അശേരയുടെ പ്രവാചകന്മാരെ അവിടെ വിളിച്ചോ ഇല്ലയോ? അത് മാറ്റം പറ. ഇല്ല, നമുക്ക് ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് പോകും പാസ്റ്റർ. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു കാര്യത്തിനകത്ത് ഇവിടെ ബാലിന്റെ കാര്യം പറയുന്നുണ്ട്. അതിന്റെ 18ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് കോപം വരത്തക്കവണ്ണം അവർ ആകാശ രാജിക്ക് അപ്പം ചുടേണ്ടതിനും അന്യദേവന്മാർക്ക് പാനീയ ബലി പകരേണ്ടതിനും മക്കൾ വിറക് പെറുക്കുകയും അപ്പന്മാർ തീ കത്തിക്കുകയും സ്ത്രീകൾ മാവ് ഒഴിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് യഹോവ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യഹോവ ആരാണ്? അവൻ അനിഷ്ടം വന്ന എന്താ കുഴപ്പം? അവിടെ വിറക് പെറുക്കുന്നു, കണ്ടോ? ആ വിറക് പെറുക്കിയവനെയാണ് യഹോവ കൊന്നത്. ശബത്തിൽ വിറക് പെറുക്കി. അവരുടെ ആകാശരാജ്ഞിയാണ്. അവരുടെ ആകാശരാജ്ഞി അവരുടെ പിതാക്കന്മാരുടെ ദൈവമാണ്. ആ ദൈവത്തിന് അവർ അടചുടും. അല്ലാതെ ഇവൻ പറയുന്ന പോലെ ആടിനെ കൊന്ന് ചാരായം ഒഴിക്കാൻ സൗകര്യമില്ല. ഞങ്ങൾ അടചുട്ടു വെച്ച് ഞങ്ങൾ വീഞ്ഞും വെക്കും, ഞങ്ങൾ ധൂപവും കാണിക്കും. ഇതാണ് ഞങ്ങളുടെ ആരാധന രീതി. ഇന്നും ക്രിസ്ത്യാനികളുടെ ആരാധന രീതി അതാണ്. അവര് തലേ ദിവസം അട കാച്ചി വെക്കും. കപ്പിയാർ വന്ന് പള്ളിയിൽ വന്ന് അപ്പം ചുട്ട് രാവിലെ അപ്പവും വീഞ്ഞും വെക്കും, ധൂപവും കാണിക്കും. അന്ന് ഇസ്രായേലിന്റെ രീതി. അല്ലാതെ യഹോവയുടെ രീതിയിൽ ഇവിടെ താറും പാച്ചി നിന്ന് മധുവായി നിന്ന് കാളയും ആടിനെയും കൊന്ന് തൊലി ഉരിച്ചോണ്ടിരിക്കാറുണ്ട്. തോമാച്ചൻ പറഞ്ഞ ഞാൻ എഗ്രി ചെയ്ത് തന്നെ. മനസ്സിലായോ? ആ പാറ്റേൺ ആണ് ക്രിസ്ത്യാനിക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ യഹോവയുടെ പാറ്റേൺ അല്ല. ഞങ്ങൾ ഇവിടെ അട കാച്ചി പാനീയ ബലിയും വെച്ച് ധൂപം കാണിക്കും. അത് തന്നെയാണ് ഇന്ന് പള്ളികളിൽ നടക്കുന്നത്. ഞങ്ങൾ ആ പാറ്റേണില്ല. എൽഷദായി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, അബ്രഹാത്തിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോന്റെ ദൈവം, അവിടെയാ നിൽക്കുന്നത്. നിങ്ങളുടെ ഈ ഫോറിൻ മൂർത്തി ഈ വൃത്തികേടെല്ലാം പറഞ്ഞ് ചോരവും ചാരായും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു തോമാച്ച, ഈ യഹോവയുടെ സന്നിധി എത്ര ദുർഗന്ധപൂരിതമായിരിക്കും. നിങ്ങൾ തന്നെ ബൈബിൾ വായിച്ചില്ലേ, മൂത്രപിണ്ടം കീറി വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നാറ്റമായിരിക്കും മൂത്രം. അപ്പൊ ഒരു പബ്ലിക് ടോയ്ലറ്റിന്റെ അവിടെ നമ്മുടെ നാട്ടിലെ ഒക്കെ മൂക്ക് പൊത്താതെ സഞ്ചരിക്കാൻ മേല. നമ്മുടെ തിയേറ്ററിന്റെ ആശുപത്രിക്ക് അടുത്തുള്ള ഇടവഴിയിൽ ഇവിടെ നടന്നാൽ മതി. അതുവഴി പോകാൻ പറ്റത്തില്ല, എന്തൊരു ദുർഗന്ധമാ. അതുപോലെ തന്നെ കശാപ്പ് നടക്കുന്നിടത്തൂടെ പോകാൻ പറ്റുമോ? ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്ത് വെച്ചാലോ? അതാണ് യഹോവയുടെ സന്നിധി. കാരണം എന്നാ? ഈ മൂത്രത്തിന്റെ മണവും ഈ കശാപ്പിന്റെ മണവും, അതുകൂടാതെ ചാരായത്തിന്റെ മണം. കള്ളിഷാപ്പിന്റെ അടുത്തൂടെ പോകാൻ പറ്റുമോ? അപ്പൊ 3 കേന്ദ്രങ്ങളിലെ മണം. ഒന്ന് പബ്ലിക് യൂറിനേഷൻ പ്ലേസിലെ മണം, 2 ഒരു ബുച്ചർ പ്ലേസ്, ഒരു കശാപ്പ് സ്ഥലത്തെ മണം, 3 ഒരു നാടൻ ചാരായം കുടിക്കുന്ന ഒരു സ്ഥലത്തെ മണം. ഈ 3 മണവും കൂടെ ഒരുമിച്ച് ബ്ലെൻഡ് ആയാൽ എന്തു മണം വരുമോ ആ മണമാണ് ഈ യഹോവയുടെ സ്ഥലം. ആ യഹോവയുടെ സന്നിധി ദുർഗന്ധപൂരിതമാണ്. അചിന്തനീയമായി വൃത്തികേട്. അവിടെ മുഴുവൻ ചോര തെറിച്ചിരിക്കുകയാണ്. ഈ ആടിനെ മുഴുവൻ അവിടെ ഇട്ട് വെട്ടണമെന്നാ പറഞ്ഞേ, പുള്ളിക്ക് കാണണം. അപ്പൊ അവിടെ മുഴുവൻ ചോര സ്പ്ലാഷ് ആയിട്ട് ഈ നാറ്റവും ഈ ദുർഗന്ധമായിട്ട് അപ്പോഴേക്കും പറയാണ്, ഓ സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എന്റെ ഉള്ളം അവന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. അത് അശേരയുടെ പ്രാകാരത്തെ പറ്റി എഴുതിയ സങ്കീർത്തനം റിഡാക്ടേഴ്സ് തിരുത്തി ഞമ്മന്റേതാക്കി യഹോവയുടേതാന്ന് പറഞ്ഞ് എഴുതിയതാണ്. അശേരയുടെ സന്നിധിയിലോട്ട് നോക്ക്, പുഷ്പങ്ങൾ കൊണ്ടുള്ള വള്ളികളാണ്. പുഷ്പലതാദികളെ അവിടെ വെക്കണം. അപ്പൊ പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ വള്ളികൾ കൊണ്ടാണ് അശേരയുടെ സന്നിധി അലങ്കരിക്കുന്നത്. അതുപോലെ അവിടെ വീഞ്ഞും അടയും വെക്കും, നല്ല സുഗന്ധമുള്ള ധൂപവും കാണിക്കും.
അപ്പം അക്ഷേരയുടെ സന്നിധി ചെന്ന് ഇന്നത്തെ ഒരു കത്തോലിക്ക ദൈവാലയത്തിലോട്ട് ചെല്ലുന്ന പോലെ ഉണ്ട്. നല്ല മനോഹരമായ അൾത്താരയും പുഷ്പങ്ങളും ധൂപവും നല്ല മണവും. അപ്പം അതേ പാറ്റേൺ ആണ്. അതിനെക്കുറിച്ച് അക്ഷേര ഭക്തൻ എഴുതിയ ഗീതമാണ്. സൈന്യങ്ങളുടെ കർത്താവേ തിരുനിവാസം എത്ര മനോഹരമാണ്, എന്റെ ഉള്ള അവിടുത്തെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. ഇന്ന് തോമാച്ചൻ ഒരു 15 മിനിറ്റ് ഒരു കശാപ്പ് കടയിൽ പോയിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ഒരു പബ്ലിക് യൂറിൻ പ്ലേസിൽ പോയിരുന്നിട്ട് ദൈവത്തിന് സ്തോത്രം, കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? നമുക്ക് ഗതികെട്ട് എന്തിനെങ്കിലും മുട്ടിയാൽ തന്നെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് അവിടെ പോയി കാര്യം സാധിച്ച് ഇറങ്ങി ഓടുകയാണ്. കേരളത്തിലെ പബ്ലിക് യൂറിനേഷൻ പ്ലേസിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അതിനേക്കാളൊക്കെ കെട്ട സ്ഥലമാണിത് ഈ യഹോവയുടെ സന്നിധി. അതൊരു ചാത്തനാണ്. മനസ്സിലായി? ബൈബിളിൽ നിന്ന് എത്ര റെഫറൻസ് വേണമെങ്കിലും എടുത്തു തരാം. ആ ചാത്തൻ ഇസ്രായേലിനെ വലിയ ബാധയായി ബാധിച്ചു. തോമാച്ചൻ പറഞ്ഞു. ഓക്കെ പാസ്റ്റർ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പറഞ്ഞ് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഞാൻ വായിച്ചിട്ട് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട്, കാരണം യഹോവയെ ദൈവം എങ്ങും പറഞ്ഞിട്ടില്ല എനിക്ക് ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ അത് എന്താണ്, എങ്ങനെയാണ്, ഇത് കശാപ്പ് ശാലയാണോ, യെരൂശലേം ദേവാലയം കശാപ്പ് ശാലയാണോ, അവിടെ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് അടുത്ത ഒരു ദിവസം ഇരിക്കുമ്പോൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് ഹിസ്റ്റോറിക്കലും ബാക്കിയുള്ള ഇത് നമ്മുടെ ഇത് നമ്മുടെ ആർക്കിയോളജിക്കൽ എവിഡൻസ് എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് അതും കൂടെ എടുത്തു വെച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. എനിക്ക് മനസ്സിലായി. ഞാനൊരു ഇത് വെക്കുന്നത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ അറവശാലയാണോ കശാപ്പ് ശാലയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്ക് കാരണം വെച്ചാൽ അത് നേരെ തലതിരിഞ്ഞിട്ടാണ് ഞാൻ എന്റെ പഠനം ഇതാക്കുന്നത്. നമുക്കത് കോമൺ ആയിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ഒരു ശനിയാഴ്ച രാത്രിയിലേക്ക് നമുക്ക് ഈ ഒരു സെഷൻ മാറ്റാവുന്നതാണ് ഞാൻ ഒരു റിക്വസ്റ്റ് വെക്കുന്നത്. കാരണം ഇത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നീണ്ടു പോകും. അതുകൊണ്ടാണ്. ഇപ്പം തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നിർത്തുന്നല്ലേ നല്ല പാസ്റ്റർ? ഇതില്ല പാസ്റ്റർ ഇത് നിർത്തുന്നുണ്ടോ? ഇല്ല അതെ അത് എന്നാ ഇത് രണ്ടുപേര് ചേർന്ന് ഉള്ള ഒരു കാര്യമാകുമ്പോ നിർത്താമെന്ന് തോമാച്ചൻ പറയുമ്പോൾ നിർത്തുക, അല്ലാതെ ഞാൻ മുന്നോട്ട് പോകില്ല. നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ.